ശരീരത്തിന് വേദന തോന്നിയപ്പോഴാണ് അഞ്ജലി കണ്ണു തുറക്കാൻ ശ്രമിച്ചത്. വളരെ പ്രയാസപ്പെട്ട് അവൾ കണ്ണ് വലിച്ചു തുറന്നു. തലക്ക് ഭാരം തോന്നിയെങ്കിലും അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണെന്ന് അവൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അവൾ പേടിയോടെ ചുറ്റും നോക്കി. അവളുടെ കണ്ണുകൾ ആ മുറിയുടെ ചുറ്റുപാടും പാഞ്ഞുകൊണ്ടേയിരുന്നു. തികച്ചും അപരിചിതമായ സ്ഥലമാണെന്ന് അറിഞ്ഞതും അവളുടെ ഉള്ളിൽ ഭയം കടന്നുകൂടി. കെട്ടിവെച്ച കൈകൾ കുത്തി അവൾ എങ്ങനെയോ എഴുന്നേറ്റിരുന്നു. ഹലോ ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? അഞ്ജലി ഉറക്കെ അലറി. അവളുടെ ശബ്ദം ആ മുറിയിൽ തട്ടി പ്രതിഫലിച്ചു. പക്ഷെ ആരും വന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ഇരിക്കുമ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് വന്നു. അഞ്ജലി പേടിയോടെ പുറകിലേക്ക് നീങ്ങിയിരുന്നു. അവൻ അവളുടെ മുന്നിലേക്ക് ചെയർ വലിച്ചിട്ട് അതിലിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിയും നിന്നെ ഞങ്ങൾ വിട്ടേക്കാം. മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടോ. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. നീ രമേശ് നമ്പ്യാരുടെ മകൾ അഞ്ജലിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ പൊക്കിയത്. പിന്നെ നിന്റെ വീട്ടിലെ ജോലിക്കാരോട് പറയുന്ന പോലെ എന്നോട് ആജ്ഞാപിച്ചാലുണ്ടല്ലോ. അവൻ ഭീഷണിയോട് ഗൗരവത്തിൽ പറഞ്ഞ അഞ്ജലിക്ക് പേടി തോന്നി. പൈസയാണെങ്കിൽ പപ്പയോട് പറഞ്ഞ എത്ര വേണമെങ്കിലും തരും, പ്ലീസ് എന്നെ വിട്ടേക്ക്. അവൻ അവളെ നോക്കി ചിരിച്ചു. അവളുടെ കയ്യിലെ കെട്ടഴിച്ചു കൊടുത്തു. അവൻ വീണ്ടും ചെയറിലിരുന്നു. അഞ്ജലി വേഗം കാലിലെ കെട്ടഴിച്ച് അവിടെ ഒഴിഞ്ഞു കൊടുത്തു. തറയിലെ തണുപ്പ് കാരണം കാലുകൾക്ക് നല്ല വേദന തോന്നി. എൻ്റെ പേര് ഡാനി. ഞങ്ങൾ പറയുന്ന കേട്ട് അൻസിനോടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നീയൊക്കെ ഉദ്ദേശിക്കുന്ന നിന്ന് തരാൻ നീ വേറെ ആളെ നോക്ക്. എന്നെ കിട്ടിയില്ല. അഞ്ജലി എഴുന്നേറ്റുകൊണ്ട് വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവളുടെ കൈകളിൽ അവന്റെ പിടുത്തം വീണിരുന്നു. അവൾ തിരിഞ്ഞെന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. വിട എന്റെ കയ്യുന്നു. ഡാനി അവൾ നോക്കി വശ്യമായി ചിരിച്ചു. അടുത്ത നിമിഷം അവളുടെ കൈകൾ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഡാനി ദേഷ്യത്തോടെ കവളിൽ കൈവച്ച് അവളെ നോക്കി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാന്ന് ഉറപ്പുള്ളതുകൊണ്ട് അഞ്ജലി വേഗം തിരിഞ്ഞോടാൻ തുടങ്ങി. വാതിൽ തുറന്നിറങ്ങിയതും അവൾ ആരെയോ തട്ടി ഇടിച്ചു. ശരീരം കുഴഞ്ഞുകൊണ്ടാവും അവളുടെ ബോധം ആ നിമിഷം തന്നെ നഷ്ടപ്പെട്ടു. ആരുടെയോ കയ്യിലേക്ക് വീഴുന്ന മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും കണ്ണിൽ ഇരുട്ട് വ്യാപിച്ചിരുന്നു. മുഖത്തേക്ക് വെള്ളം വീഴുമ്പോഴാണ് അഞ്ജലിക്ക് ബോധം വീണത്. ആയാസപ്പെട്ട് അവൾ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന ഡാനിയെ കണ്ട് അവൾ കണ്ണു വീഴ്ചു. രക്ഷപ്പെട്ടെന്ന് കരുതിയോ? അവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞു. അഞ്ജലി വേഗം എഴുന്നേറ്റിരുന്നു. ഡാനിയുടെ നോട്ടം തന്നിലാണെന്ന് കണ്ട് അവൾക്ക് ഭയം തോന്നി. ഡാനിയിൽ നിന്നും നോട്ടം അഞ്ജലി വേഗം മാറ്റി. അവളെ ഒന്ന് നോക്കി അവൻ മുറിയിൽ നിന്നും പോയി. അവൾ തലക്ക് കൈ കൊടുത്തു. എങ്ങനെ രക്ഷപ്പെടുന്നൊരു ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഒരെത്തും പിടിയും കിട്ടാതെ അവൾ അതേ ഇരിപ്പ് തുടർന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് അഞ്ജലി പേടിയോടെ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കിക്കൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് വന്നു. അഞ്ജലി ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ അവനെ നോക്കി. അവൻ അവൾക്ക് നേരെ ഫോൺ നീട്ടി. അത് അവളുടെ ഫോണായിരുന്നു. അവൾ അവനെയും ഫോണും മാറി മാറി നോക്കി. നിന്റെ തന്തയെ വിളിക്കടി. അവന്റെ ഗാഭീര്യതന ശബ്ദം ആ മുറിയിൽ അലയടിച്ചു. അഞ്ജലി അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു. അവൻ അവളുടെ കൈ പിടിച്ച് ബലമായി ഫോൺ വെച്ച് കൊടുത്തു. അഞ്ജലി അവനെ നോക്കി ഫോണിൽ പപ്പയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ കാതോരം വെക്കാമെന്നും അവനത് വാങ്ങി. സ്പീക്കർ ഓൺ ചെയ്ത് അവൾക്ക് നേരെ നീട്ടി. അവന്റെ മുഖത്തെ ഗൗരവവും പെരുമാറ്റവുമെല്ലാം അവളിൽ പേടി തോന്നിപ്പിച്ചു. ഹലോ അഞ്ജു. ആ പപ്പ. എന്താ ഈ സമയത്ത്? ഉറങ്ങിയില്ലേ മോള്? അത് പപ്പ. എന്താ മോള്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രമേശിന്റെ അസ്വസ്ഥത ശബ്ദം കേട്ട് അഞ്ജലിക്ക് വിഷമം തോന്നി. അവൾ അവനെ നോക്കി. പപ്പ, ഞാൻ ഹോസ്റ്റലല്ല. അവൾ എൻ്റെ കൂടെയാണ് മിസ്റ്റർ രമേശ് നമ്പ്യാർ. അവളെ പറയാൻ സമ്മതിക്കാതെ അവൻ ഇടയിൽ കയറി പറഞ്ഞു. അവളെ നോക്കി അവൻ ഫോൺ വാങ്ങി തിരിഞ്ഞു നിന്നു. നീ ആരാടാ? എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. കൂൾ, ഇങ്ങനെ ടെൻഷനാവില്ലേ? അവൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. പൈസക്ക് വേണ്ടിയാണ് എത്ര വേണമെങ്കിലും തരും ഞാൻ. എൻ്റെ മോളെ വിട്ടേക്ക്. പൈസക്ക് വേണ്ടി തട്ടിക്കൊണ്ടുവന്ന ചീപ്പാണ് ഞാനെന്ന് കരുതിയോ? എനിക്ക് വേണ്ട ചെയ്തെന്നാൽ തൻ്റെ മകളെ നാളെ തന്നെ ഇവിടുന്ന് വിടാം. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. 10 മിനിറ്റ് നിന്നെ പോലീസ് പിടിച്ചിരിക്കും. ഈ ശിവജിത്തിനെ തൊടാൻ ഒരു പോലീസ് ഇതുവരെ വളർന്നിട്ടില്ല മിസ്റ്റർ രമേശ് നമ്പ്യാർ. അവന്റെ പേരിട്ടതും അഞ്ജലി കണ്ണുവീഴ്ച നോക്കി. തിരിഞ്ഞെടുക്കുന്ന അവനെ തന്നെ നോക്കി അവൾ ഭിത്തിയിൽ ചാരി നിന്നു. തൊണ്ട വരളുന്ന പോലെ തോന്നി. അവൾ ഉമിനീരിറക്കി അവനെ മിഴിച്ചു നോക്കി. അവൻ ആരാണെന്നറിഞ്ഞു. രമേശ് ആകെ ഷോക്കായിരുന്നു. ശിവ, നീ? അതെ, ശിവ തന്നെയാണ്.
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. താൻ ഒപ്പിട്ട ആ കോളനി വിളിക്കുന്ന കരാർ അതിൽ നിന്ന് താൻ പിന്മാറണം. ആ ഡീൽ ക്യാൻസൽ ചെയ്യണം. പറ്റില്ല, അതുവഴി എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. തൻ്റെ മകളുടെ ജീവിതത്തേക്കാൾ വലുതാണെന്നെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷെ അടുത്ത മാസം ഉറപ്പിച്ച ഇവളുടെ വിവാഹം അത് നടക്കില്ല. അവൻ പറയുന്നെല്ലാം കേട്ടൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അഞ്ജലി. 10 ദിവസം തനിക്ക് സമയം തരും. അതുവരെ തന്നെ മോൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാവും. അതിനുള്ളിൽ അത് ക്യാൻസൽ ആയില്ലെങ്കിൽ 11-ാം നാൾ അവൾ അന്തിയുറങ്ങുന്ന എൻ്റെ കൂടെയായിരിക്കും. അവൻ്റെ ഭീഷണിയുടെ സ്വരം അവളുടെ കാതിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ശിവ തിരിഞ്ഞിന്ന് അവളെ നോക്കി. തനിക്ക് തീരുമാനിക്കാം, അടുത്ത മാസം മകളുടെ കല്യാണം നടക്കണോ അതോ കോളനി പൊളിക്കണോ എന്ന്. ശിവ അവിടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവനിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. ഇനി എൻ്റെ പുറകെ പോലീസിനെ വിടാനാണ് പ്ലാനെങ്കിൽ അറിയാലോ. അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി സ്വിച്ച് ഓഫ് ചെയ്തു. അവൻ അവൾക്ക് നേരെ ഫോൺ നീട്ടി. തന്തയോട് പറഞ്ഞു കേട്ടല്ലോ. നോ, അതനുസരിക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ വാക്കുകൾ അവനിൽ ദേഷ്യം ജനിപ്പിച്ചു. ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത്. ഞാൻ നിന്നോട് അപേക്ഷിച്ചല്ല, കേട്ടോടി പുല്ലേ, നിന്റെ നെകളിപ്പ് എൻ്റെ അടുത്ത് ഇറക്കാറുണ്ടല്ലോ. കവിൾ വേദന തോന്നിയപ്പോൾ അഞ്ജലി ബലമായി അവനെ തള്ളി മാറ്റി. എങ്കിലും അവൻ അവളിൽ നിന്ന് അകന്നു മാറിയില്ല. പപ്പയും താൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണം, അല്ലാതെ ഫാമിലിക്ക് ഇതുപോലെ ചെയ്യുന്ന മോശം. അവളുടെ വാക്കുകൾ അവനെ വീണ്ടും ചൊടിപ്പിച്ചു. അവന്റെ കത്തുന്ന മിഴികളെ നോക്കി അവൾ പറഞ്ഞത്. അവന്റെ കൈകൾ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. അവന്റെ പിടിയിൽ വേദന തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവൻ പിടിവിട്ടില്ല. അവളുടെ കൈകളിൽ പിടിച്ച് അവളെ ഭിത്തിയിൽ ചാരി നിർത്തി അവളോട് ചേർന്ന് നിന്നു. അവനിൽ നിന്ന് ഉയരുന്ന ഗന്ധം അവളുടെ നാസികയിൽ വീശി. ഒട്ടും പതരാതെ അവൾ അവനെ തുറിച്ചു നോക്കി. അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ കഴിഞ്ഞാൽ ഇതുപോലെ നിനക്ക് തിരിച്ചു പോവാം. അല്ല, നീയും നിന്റെ തന്തയും കൂടി അങ്ങ് ഒലത്തിക്കളയാന്ന് കരുതുന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള ചെക്കനെൻ്റെ ബാക്കിയും ഉണ്ടാവും. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായതും അഞ്ജലി അവനിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ ബലത്തിനു മുമ്പിൽ അവൾക്ക് അടിയറവ് പറയേണ്ടി വന്നു. വെറുതെ ബലം പ്രയോഗിച്ച സമയം കളയണ്ട. ഈ ശിവക്ക് മുമ്പിൽ നീ ജയിക്കില്ല. അവളിൽ നിന്ന് പിടിവിട്ട് അകന്നു മാറിയവൻ കൈ ഒഴിഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവളെ പുച്ഛത്തോടെ നോക്കി അവൻ അവിടെ നിന്നും പോയി. അവൻ പോയതും അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. കാൽമുട്ടിൽ മുഖം ചേർത്ത് വെച്ച് അവൾ ഇരുന്നു. ശിവ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവനെക്കുറിച്ച് അവൾ ഒരുപാട് കേട്ടിരുന്നു. കോളേജിൽ പല അടിപിടിയിലും നാട്ടിലെ പല കേസുകളിലെല്ലാം അവൻ്റെ പേര് കേട്ടിരുന്നു. കൊച്ചുകുട്ടികൾ പോലും പേടിയോടെ ശിവയുടെ വീരകഥകൾ പാടി നടന്നിരുന്നു. കണ്ടില്ലെങ്കിൽ കൂടി അഞ്ജലിയുടെ മനസ്സിൽ അവനൊരു പേടി സ്വപ്നമായിരുന്നു. കുപ്പത്തൊട്ടിയിൽ നിന്നും കിട്ടിയ ചോരക്കുഞ്ഞിനെ ഒരു മുത്തശ്ശി എടുത്ത് വളർത്തി. അവനെ വളർത്തി വലുതാക്കി അവർ മരിച്ചുപോയപ്പോൾ ജീവിതമാർഗമായി കൂലിത്തല്ലി ഇറങ്ങിയതാണ് അവൻ. പിന്നീട് പല പ്രമാണിമാർക്കും വേണ്ടി അവരുടെ ഗുണ്ടയായി മാറി. നാട്ടുകാരെ പേടിപ്പെടുത്തിക്കൊണ്ട് അവൻ വളർന്നു. കള്ളും കഞ്ചാവുമെല്ലാം അവൻ്റെ കുത്തകയിലായി. അവൻ്റെ ഇടതും വലതുമായി ഒരുപാട് പേർ. കള്ളുകുടിയനും പെണ്ണുപിടിയനും തെമ്മാടിയൊക്കെയായി നാട്ടിൽ മുദ്രകുത്തി അവൻ്റെ രോമത്തിൽ തൊടാൻ പോലും ആർക്ക് കഴിയില്ല. ഇന്ന് അവനൊരു ഗുണ്ടാത്തലവനാണ്. അവൻ്റെ കീഴിൽ എത്ര സംഭവങ്ങൾ ദിവസം അരങ്ങേറുന്നു. ശിവജിത്ത് എന്ന ശിവ. ഗൗതം എന്നൊരിക്കൽ പറഞ്ഞെന്ന കഥ മനസ്സിലേക്ക് ഓടിയെത്തിയതും അഞ്ജലി ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു. ഇത്രയും മോശമായ ഒരുത്തൻ്റെ കൂടെയാണ് താൻ ഇനി കഴിയേണ്ടെന്നോർത്ത് അവൾക്ക് കയ്യും കാലും വറക്കാൻ തുടങ്ങി. എങ്ങനെ അവിടെ നിന്ന് പോകുമെന്ന് ഓർക്കുമ്പോഴാണ് ശിവ കയ്യിലേക്കെന്ന ഫോൺ ഓർമ്മ വന്ന്. അത് എവിടെ നിന്ന് തിരഞ്ഞവൾ നാലുപാട് നടന്നു. എത്ര നോക്കിയിട്ട് അവൾക്കത് കിട്ടിയില്ല. ഫോണാണ് നോക്കുന്നെങ്കിൽ അതവിടെ ഇല്ല. വാതിൽ ചാരിന്ന് കൈകെട്ടി അവൾ നോക്കുന്ന ശിവയെ കണ്ടതും അവൾ നേരെ നിന്നു. അവൻ പതി അവളുടെ അരിയിലേക്ക് നടന്നു. അപ്പോഴാണ് അവൻ്റെ കയ്യിൽ തൻ്റെ ഫോണുള്ള അവൾ കണ്ടത്. തൻ്റെ കയ്യിൽ നിന്ന് ശിവ തിരിച്ചെടുത്ത് അവൾ അറിഞ്ഞിരുന്നില്ല. ആരെയാ വിളിക്കേണ്ടത്? ഞാൻ വിളിച്ചു തരാം. തന്നെ പോലെ ഒരുത്തൻ്റെ ഭീഷണി മുമ്പിൽ പേടിച്ചു പോകുന്ന ഞാൻ അഞ്ജലി നമ്പിലാരും കെട്ടില്ല. ഇനി തൻ്റെ ലക്ഷ്യം നടന്നാലും ഞാൻ പുറത്തിറങ്ങുന്ന അടുത്ത നിമിഷം താൻ അകത്തു പോയിരിക്കും. അതിന് നീ പുറത്തിറങ്ങിയാലല്ലേ? അവൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ട് അവളുടെ ഉള്ള ധൈര്യം എങ്ങോ പോയി. തന്നെ പേടിച്ചു കൊടുക്കുന്നവരുണ്ടാവും, എന്നെ അതിന് കിട്ടില്ല. അപ്പൊ എന്നെ പേടിയില്ലല്ലേ? എന്നാ ശരി, വാ പോവാം. എങ്ങോട്ട്? പിന്നെ നീ എൻ്റെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഇവിടെ അല്ല, എൻ്റെ വീട്ടിൽ. അവളുടെ മറുപടിക്ക് പോലും കാത്തിരിക്കാതെ ശിവ അവളുടെ കൈ പിടിച്ച് നടന്നു. ആ മുറിയിൽ നിന്നിറങ്ങിയതും അതിന് വെളിയിൽ നിൽക്കുന്ന എല്ലാവരെയും അഞ്ജലി നോക്കി. ചിലരെ കാണാൻ തന്നെ പേടി തോന്നി. അങ്ങനെയുള്ള രൂപമായിരുന്നു അവരുടെ. മാത്രമല്ല അവരുടെ ഭാവം നോട്ടമെല്ലാം പേടിപ്പെടുത്തുന്ന പോലെ ആയിരുന്നു. അവൻ്റെ കൂടെ നടക്കുമ്പോൾ ഓടി രക്ഷപ്പെട്ടാലോ എന്നെല്ലാം അവളുടെ മനസ്സിൽ തോന്നി. പക്ഷെ അടുത്ത നിമിഷം പിടിക്കപ്പെടും. പിടിച്ചാൽ ശിവ എങ്ങനെ പെരുമാറുമെന്നോർത്ത് പേടി തോന്നി. അവളത് ഉപേക്ഷിച്ചു. അവൻ്റെ യമഹാർസിൽ കയറിയിരുന്ന് ശിവ അവളെ നോക്കി. എന്നാൽ അഞ്ജലിയുടെ കണ്ണുകൾ ചുറ്റും നോക്കിയായിരുന്നു. എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടി. എവിടെ നോക്കിയാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് ഈ ശിവ തന്നെ വിചാരിക്കണം. അവന് ദേഷ്യത്തിൽ നോക്കി അവൾ ബൈക്കിൽ കയറിയിരുന്നു. അവനെ പിടിക്കാതെ കുറച്ച് വിട്ടാണ് അവൾ ഇരുന്ന്. റോഡിലൊന്നും ആരെയും കാണാത്ത കണ്ട് അവൾ ആകെ പരിഭ്രമിച്ചു. ഒരുപക്ഷെ ഇപ്പോൾ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവയുടെ കൂടെ നിൽക്കേണ്ടി വരുമല്ലെന്നോർത്ത് അവളുടെ മിഴികൾ നാലുപാടും പരതിക്കൊണ്ടേയിരുന്നു.
ബൈക്കിന്റെ മിററിലൂടെ അവളുടെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ട് അവൻ ബൈക്ക് ഓടിച്ചു. അവന്റെ പുറകിൽ അവന്റെ ആളുകളുടെ വണ്ടികളും ഉണ്ടായിരുന്നു. മെയിൻ റോഡിൽ നിന്നൊരു ഇടുങ്ങിയ വഴിയിലേക്ക് കടന്ന് അഞ്ജലിക്ക് ഭയം തോന്നി. അടുത്തടുത്ത് വീടുകൾ തിങ്ങി നിറഞ്ഞ കോളനിയായിരുന്നു അത്. ആ വഴിയിലൂടെ പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും ഇടിഞ്ഞു വീടാറായ കെട്ടിടങ്ങളുമെല്ലാം അവൾ കണ്ടു. കുറച്ചു മാറി ട്രെയിൻ പാളവും ഉണ്ടായിരുന്നു. അവളതെല്ലാം അസ്വസ്ഥതയോടെ നോക്കി. അവിടെ നിന്നും വമിക്കുന്ന പഴകിയ വസ്തുക്കളുടെ മണം അവളുടെ മൂക്കിൽ തുളച്ചു കയറിയതും അവൾക്ക് ഓക്കാനും വന്നു. വേഗം വായും മൂക്കും പൊത്തിപ്പിടിച്ച് ആ കോളനിയുടെ മധ്യഭാഗത്തെത്തിയതും ശിവ ബൈക്ക് നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ എന്തിനു വന്നു എന്ന ഭാവത്തോടെ അവൾ അവൻ നോക്കി ബൈക്കിൽ നിന്ന് ഇറങ്ങി നിന്നു. ഒരു ഇരുനില കെട്ടിടത്തിന് മുമ്പിലായിരുന്നു അവർ നിന്ന്. അതിന്റെ സൈഡിലൂടെ മുകളിലേക്ക് കോണിപ്പടികൾ ഉണ്ടായിരുന്നു. ശിവ അവളെ നോക്കാതെ പടികൾ കയറാൻ തുടങ്ങി. അവൻ പോകുന്ന കണ്ട് അഞ്ജലി പുറകിലേക്ക് നോക്കിയത്. പുറകിൽ നിൽക്കുന്ന ഉണ്ടക്കണ്ണന്മാരെ കണ്ട് അവൾ വേഗം അവന് പിറകിലായി പോയി. അഞ്ജലി മുകളിൽ കയറി ചെല്ലുമ്പോൾ ശിവ അകത്ത് കയറിയിരുന്നു. അവൾ പതിയെ നടന്ന് അകത്തേക്ക് കടന്നു. ഒറ്റമുറി വീടായിരുന്നത്. സാധനങ്ങളെല്ലാം തറയിലോ അവിടെ ഇവിടെയായി കിടക്കുന്നുണ്ടായിരുന്നു. അവൾ വെറുപ്പോടെ വേഗം പുറത്തേക്ക് തന്നെ വന്നു. ടെറസിൽ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിരുന്നു. അവൾ അവിടെ വന്ന് നിന്ന് താഴേക്ക് നോക്കി. ചാടി ചാവാനുള്ള പരിപാടിയാണോ? പുറകിൽ നിന്ന് ശിവയുടെ ശബ്ദം കേട്ടതും അവൾ അവനെ നോക്കി. ഷർട്ടിന്റെ ബട്ടണിൽ അഴിച്ചുകൊണ്ടായിരുന്നു അവൻ നിന്നിരുന്നു. അവൾ അവനിൽ നിന്ന് വേഗം നോട്ടം മാറ്റി. നിനക്ക് കഴിക്കാൻ വല്ലതും വേണേ പറ. വേണ്ട, ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നണ്ടേ? ഇത്രയും അഴുക്കുള്ള സ്ഥലത്ത് എനിക്ക് വേണ്ട. എന്നാലേ പുന്നാര മോളെ, നീ കഴിക്കണ്ട. വിശക്കുന്നു എന്ന് പറഞ്ഞുണ്ടല്ലോ, നിന്റെ കാരണം അടിച്ച് പോക്കും ഞാൻ. അറപ്പ് കാണിച്ച് പറഞ്ഞ അഞ്ജലിയോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയി. നല്ല വിശപ്പ് തോന്നുന്നുണ്ടെങ്കിലും അവിടുത്തെ അന്തരീക്ഷം അവൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിച്ചില്ല. അവൾ അകത്ത് കയറി എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് മദ്യത്തിന്റെ ബോട്ടിലുകളും പേപ്പറുകളും എല്ലാം കൂട്ടി വെച്ചിരിക്കുന്നു. അതെല്ലാം കണ്ട് അവൾ മുഖച്ച് വിളിച്ചു. അവിടെ നിൽക്കാൻ തന്നെ അറപ്പ് തോന്നി. ഇവിടെ എങ്ങനെ കഴിയുന്നോർത്ത് അവൾക്ക് പരിഭ്രമം തോന്നി. ചുറ്റും നോക്കി പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ നോട്ടം അതിൽ പതിഞ്ഞത്. കടലാസ് കഷ്ണങ്ങൾക്കിടയിൽ അവളുടെ കണ്ണിൽ ആ കോണ്ടത്തിന്റെ കവർ കണ്ടതും അവളുടെ ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി. അവൾ കണ്ണുമീഴ്ച് അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. അത് തന്നെയാണ് തെളിഞ്ഞത്. അവൾ പുറത്തേക്ക് ഓടി. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയ അഞ്ജലി അപ്പോഴാണ് അങ്ങോട്ട് ശിവ വരുന്ന അവൾ കണ്ടത്. അവനെ കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവന്റെ മിഴികൾ തനിക്ക് നേരെയാണെന്ന് അറിഞ്ഞതും അവളുടെ കൈകൾ ടോപ്പിൽ ബലമായി പിടിച്ചു. കിടക്കണ്ടേ? ശിവ അവിടെ അരികിൽ വന്ന് പതിയെ പറഞ്ഞു. അഞ്ജലി ഞെട്ടി പുറകിലേക്ക് നീങ്ങി. ഞാനിവിടെ ഇരുന്നോളാം. അകത്ത് ബെഡൊക്കെ ഉണ്ട്. ശിവൻ താഴ്ന്നു വന്ന് അവിടെ കാതോരം പറഞ്ഞു. അവന്റെ ശ്വാസം അവളിൽ തട്ടിയതും അവൾ പിടച്ചിലൂടെ അകന്നു മാറി. എന്റെ കാര്യം താൻ നോക്കണ്ട. എന്നോക്കെ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് കരുതി ഇറങ്ങിപ്പോയി അമ്മയുടെ മുമ്പിൽ പോയി പെടണ്ട. അവരൊന്നും എന്നെ പോലെ ഡീസൻ്റ് അല്ല. എന്തെങ്കിലും പറ്റിയിട്ട് വെറുതെ മോങ്ങാൻ നിൽക്കരുത്. ഓ, പറയുന്ന ആൾ വലിയ ഡീസൻ്റ്. അഞ്ജലി ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവൾ ഒന്നുമില്ലെന്ന് ചുമലിരുത്തി കാണിച്ച്. ശിവ അകത്തേക്ക് നടന്നുപോയി. അവൻ പോയതും അഞ്ജലി ഒരു മൂലയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ശിവ വീണ്ടും വന്ന്. അവിടെ കിടന്നാലേ നാണപ്പൻ്റെ അടുത്ത് നല്ല കടി കിട്ടും. അതാരാ? അത് വരുമ്പോൾ കാണാം. അപ്പൊ പേടിച്ചാലറി എൻ്റെ ഉറക്കം കളയരുത്. അകത്ത് പോകാൻ അവൾക്ക് തോന്നിയെങ്കിലും ശിവയുടെ സ്വഭാവം വെച്ച് പോവാനും കഴിയാതെ അവൾ കുഴഞ്ഞു. ഒടുവിൽ എന്തോ മനസ്സിൽ തോന്നി അവൾ വേഗം അകത്തേക്ക് നടന്നു. അവിടെ പുറകിൽ ശിവയെ അകത്ത് കയറി. അവരകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തു. അഞ്ജലി വേഗം മുറിയിലേക്ക് കയറി വാതിലടിച്ച് കുറ്റിയിട്ടു. വാതിൽ ചാരിന്ന് അവൾ ശ്വാസം വലിച്ചു വിട്ടു. അതുവരെ ശ്വാസം അടക്കി പിടിച്ചാണ് അവൾ വന്നത്. ശിവയുടെ ശബ്ദം ഒന്ന് കേൾക്കാമെന്നു അഞ്ജലി മുറിയിൽ ലൈറ്റ് ഓൺ ചെയ്തു. അതിന് കിടപ്പണ അവൾ മുഖം ചുളിച്ചുകൊണ്ട് ഇടുപ്പിൽ കൈകുത്തി. ബെഡിലും നിലത്തുമെല്ലാം അവൻ്റെ ഡ്രസ്സുമെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ അയലുണ്ടായിരുന്ന ഒരു ഹാങ്ങർ എടുത്ത് അഞ്ജലി അതുകൊണ്ട് ബെഡിലെ ഡ്രസ്സെല്ലാം നിലത്തേക്ക് വലിച്ചിട്ടു. ഒരുവിധം എല്ലാം ശരിയാക്കി കിടക്കാൻ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് നായ ഉരക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ജനൽ പതിയെ തുറന്ന് നോക്കി. വാതിൽ നോക്കിയാണ് നായ കുരക്കുന്നത്. നാളപ്പാ, ഇത് നമ്മുടെ ആളാ, നീ പോയി ഉറങ്ങിക്കോ. ശിവ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ആ നായ പിന്നെ കുരക്കാതൊരു മൂലയിൽ പോയി കിടന്നു. അത് കണ്ട് അഞ്ജലി നെഞ്ചത്ത് കൈവച്ച്. അവിടെ എങ്ങാനും ആയിരുന്നെങ്കിലും ആലോചിച്ച് അവൾക്ക് പേടി തോന്നി. ജനലടച്ച് അവൾ ബെഡിലേക്ക് കിടന്നു. ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടയുന്നുണ്ട്. എങ്കിലും ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥലത്താണ് താനെന്ന ചിന്തയിൽ അവൾക്ക് ഉറക്കം വന്നില്ല. എപ്പോഴോ അവൾ പോലും അറിയാതെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. പുറത്ത് ബഹളം കേട്ടുകൊണ്ടാണ് അഞ്ജലി കണ്ണു തുറന്നത്. ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ. അവൾക്കാകെ ദേഷ്യവും അരോചകമായി തോന്നി. അവൾ എഴുന്നേറ്റിരുന്നു. നല്ല വിശപ്പ് തോന്നി അവൾക്ക്. തലേന്ന് ഉച്ചയ്ക്ക് കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ചോറുന്നാണ്. അവൾ വയറിൽ തടവിക്കൊണ്ട് എഴുന്നേറ്റ് നടന്നു. മുറിയുടെ വെളിയിൽ നിന്ന് ശിവയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ വാതിൽ തുറന്ന് തല പുറത്തേക്ക് ഇട്ടു. ശിവയും ഡാനിയും കൂടി എന്തോ സംസാരിക്കുന്ന അഞ്ജലി കണ്ടു. ഡാനിയെ കണ്ടതും അഞ്ജലി ഉള്ളിലേക്ക് തന്നെ കയറി. അവൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറിൽ തടയും മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നു അവൾ എന്നും വരട്ടെ നിന്ന് ശിവയുടെ അടുത്തേക്ക് നടന്നു. അതെ, എനിക്ക് വിശക്കുന്നു. ശിവ അത് കേൾക്കാത്ത പോലെ ഡാനിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അഞ്ജലിക്ക് അത് കണ്ട് ദേഷ്യം വന്നു. ഡാനി അഞ്ജലി തന്നെ നോക്കിയിരിക്കായിരുന്നു. ഡോ, എനിക്കിതിനെ കഴിക്കാൻ കൊണ്ടാടോ. ഡാനി, ഇവിടെ അഴുക്കല്ലേ, ഇവിടെ നിന്ന് കഴിക്കാൻ തോന്നില്ലല്ലോ.
ശിവ ഡാനിയോട് പറഞ്ഞു. അഞ്ജലി ദയനീയമായി ശിവയെ നോക്കി. ഡാനി ശിവയെ നോക്കി വേഗം അവിടെ നിന്ന് പോയി. ശിവ അഞ്ജലിയെ നോക്കാതെ അകത്തേക്ക് കയറി. അവൾ ശിവയുടെ പുറകെ പോയി. അതെ, ഇവിടെ അത് ഏത് ബാത്റൂം? താഴെ പോയി കുറച്ചിടുന്നൊരു പറമ്പുണ്ട്, അവിടെയാണ് സാധാരണ എല്ലാവരും പോവാറ്. അയ്യേ, എനിക്കൊന്നും വയ്യ അങ്ങോട്ട് പോവാൻ. അപ്പോൾ കുളിക്കാനോ? അതിൻ്റെ അടുത്ത് തന്നെ കുളവുണ്ട്. അഞ്ജലി മുഖം ചുളിച്ചുകൊണ്ട് അവിടെ ഒരു ചെയറിലിരുന്നു. ശിവ അവളെ നോക്കി ചെറുതായി ചിരിച്ചു. ശിവ അവളെ നോക്കി സൈഡിലേക്ക് ചൂണ്ടിയപ്പോഴാണ് അഞ്ജലി അതിനൊരു ബാത്റൂമുള്ള കണ്ടത്. അവനെ നോക്കി അവൾ വേഗം അകത്ത് കയറി. അവൾ ഫ്രഷായി പുറത്തിറങ്ങുമ്പോൾ ശിവ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നു. അവൾ ചിരിച്ചുകൊണ്ട് അഞ്ജലിയുടെ അടുത്ത് വന്നു. അവളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ചേച്ചി വാ, ഭക്ഷണം കഴിക്കാം. അവളുടെ കയ്യിലെ പൊതി മേശയിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നല്ല വിശപ്പ് തോന്നിയുകൊണ്ട് അഞ്ജലി വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ അഞ്ജലിയുടെ മുന്നിലേക്ക് ഒരു ചുരിദാർ നീട്ടിയത്. അഞ്ജലി അവളെ സൂക്ഷിച്ച് നോക്കി. എൻ്റെ ചേച്ചിക്ക് പാകാവും, എടുത്തോ. ഇത് ശിവേട്ടൻ പറഞ്ഞിരുന്നു ചേച്ചിക്ക് കൊടുക്കാനെന്തെങ്കിലും തരാം, വാങ്ങിച്ചോ. അഞ്ജലി ചെറു ചിരിയോട് അത് വാങ്ങി. അതൊരു പഴയ ചുരിദാറായിരുന്നു. അഞ്ജലിക്ക് അത് തീരെ ഇഷ്ടമായില്ലെങ്കിലും അവളെ തിരസ്കരിച്ചു. എനിക്ക് സ്കൂളിൽ പോകണം, നമുക്ക് വൈകുന്നേരം കാണട്ടോ. അമ്മ പോയി അവൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് ശിവ അകത്തേക്ക് വന്നത്. ആഹാ, നമ്പ്യാരുടെ മോൾക്ക് നല്ല ആർത്തി ഉണ്ടല്ലോ. അഞ്ജലി അവന് മറുപടിക്കാതെ കഴിച്ചുകൊണ്ടേയിരുന്നു.